നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരീക്ഷാ ഹാളിൽ ഉത്തരക്കടലാസ് പാസ് ചെയ്ത് തന്നെ സഹായിച്ചില്ല. ഇതിന്റെ പേരിൽ കൊടും ക്രൂരത. സഹപാഠിയെ സുഹൃത്ത് വെടിവെച്ചു കൊന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെടിയേറ്റ മറ്റൊരു വിദ്യാർത്ഥി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഒരു കൊടും ക്രൂരത നടന്നിരിക്കുന്നത്. പരീക്ഷയ്ക്കിടെ സഹപാഠികൾ ഉത്തരക്കടലാസ് കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ 10ാം ക്ലാസ്സുകാരൻ വെടിയുയർത്തുകയാണ് എന്നതാണ് റിപ്പോർട്ട്. നാടൻ തോക്കാണ് വിദ്യാർത്ഥിയുടെ പക്കലുണ്ടായിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബീഹാറിലെ റോഹ്താസിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. സഹപാഠിയുടെ ആക്രമണത്തിൽ അമിത് കുമാർ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ട്. സഞ്ജിത് കുമാർ എന്ന വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നതാണ് വിവരം. 10ാം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾ മടങ്ങവെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് നടന്ന സംസ്കൃതം പരീക്ഷയ്ക്കിടെ ഉത്തരക്കടലാസ് തനിക്ക് കാണിച്ചു കൊടുക്കാത്തതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്കിടയിൽ വഴക്കുണ്ടായിരുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തമാക്കുന്നു. ഇങ്ങനെ വഴക്കുണ്ടായതിന് പിന്നാലെയാണ് ക്ലാസ് മുറിക്ക് പുറത്തു വച്ച് വിദ്യാർത്ഥി കൂട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത്. വ്യാഴാഴ്ച അമിതും സഞ്ജിത്തും വീട്ടിലേക്ക് മടങ്ങാനായി ഓട്ടോറിക്ഷയിൽ കയറുന്നതിനിടെ ഇവരെ തടഞ്ഞു നിർത്തി വിദ്യാർത്ഥി വെടിയുയർത്തുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം സംഭവം നടന്ന ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമിത് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം ഒരു വർഷത്തോളമായി അമിതും സഞ്ജിത്തും തന്നെ അപമാനിക്കുകയാണ് എന്നതാണ് വെടിവയ്പ് നടത്തി അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസിനോട് ഈ വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നത്. പരീക്ഷാ ഹാളിൽ നിന്ന് വച്ച് തന്നെ ഉപദ്രവിച്ചു എന്നും ഇതിന്റെ പ്രതികാരമാണ് താൻ വെടിയുയർത്തതെന്നും ഈ വിദ്യാർത്ഥി പറയുന്നു. മറ്റൊരു കുട്ടിയെയാണ് ലക്ഷ്യം വെച്ചതെന്നും എന്നാൽ വെടിയുണ്ട അബദ്ധത്തിൽ അമിതിനും സഞ്ജിത്തിനും കൊള്ളുകയായിരുന്നു എന്നും കുട്ടി മൊഴിയായി പറയുന്നുണ്ട്. യഥാർത്ഥ കാരണം മറയ്ക്കാൻ വേണ്ടിയാണ് മറ്റു വിദ്യാർത്ഥികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു. അതേസമയം ഈ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണ് തോക്ക് ലഭിച്ചത് എന്നതോ അല്ലെങ്കിൽ ഇതാരാണ് ഈ കുട്ടിക്ക് നൽകിയത് എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. കുട്ടിയെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം കേരളത്തിലും ഇതുപോലുള്ള അതിക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പാലക്കാട് ഒരിക്കൽ പ്രിൻസിപ്പലിന് നേരെ സ്കൂൾ വിദ്യാർത്ഥി വധഭീഷണി ഉയർത്തിയ സംഭവം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നത്. +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിന്റെ റൂമിലെത്തി പ്രിൻസിപ്പലിനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് കർശന വിലക്കുണ്ടായിരുന്നു. ഇത് ലംഘിച്ച് വിദ്യാർത്ഥി കൊണ്ടുവന്ന ഫോൺ ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ പിടിച്ചെടുക്കുകയും പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തി ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതോടെ വധഭീഷണി മുഴക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചതാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഇത്രയും മാരകമായ ആയുധങ്ങൾ എങ്ങനെ എത്തുന്നു എന്നതാണ് ഈ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ആദ്യം ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇല്ലാതാകുന്ന ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ടി ആരാണ് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ആദ്യം കണ്ടെത്തേണ്ടുന്ന വിഷയം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ അപകടത്തിൽ ഒരു കുട്ടി ചികിത്സയിൽ തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.